അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. ഇന്ന് ചാനലിൽ പറയുന്നത് നമ്മുടെ സർവ്വശക്തനായ അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അതുപോലെ പരീക്ഷണവുമാണ് മക്കളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരും സ്വാലിഹങ്ങളായ മക്കളാവട്ടെ. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരും ഉപ്പമാരൊന്നും ഈ ദുനിയാവിൽ ഉണ്ടായില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളാണ് മക്കളെക്കുറിച്ച് കാണുന്നത്. അവരെ ആഖിറത്തിലും ദുനിയാവിലും നല്ല മക്കളാക്കി തീരാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്, ആമീൻ. ഇപ്പോഴത്തെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള സ്വപ്നമാണ് അവർ ഞങ്ങൾക്ക് തണലായി മാറണം, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സന്തോഷം നൽകണം എന്നൊക്കെ. അപ്പോൾ അനുസരണയുള്ള മക്കളാവാൻ വേണ്ടിയിട്ടും നല്ല സ്വഭാവമുള്ളവരായി മാറാനും വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഇത്തമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മക്കൾ തലയിൽ വെച്ച് കൊണ്ടുള്ള ദിക്റുകൾ ചെല്ലുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല, അവർ ഒഴിഞ്ഞു മാറുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാവും ദിക്റുകളൊക്കെ കറക്റ്റ് ചൊല്ലാഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ദിക്റുകൾ ചൊല്ലാൻ നിന്ന് തരാത്ത കുട്ടികളാണ്, ചെറിയ വികൃതി കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വലിയ മുതിർന്ന കുട്ടികൾ. അവർ ഇന്ന് മൊബൈൽ ഫോണിനും മറ്റും അഡിക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത പല കുസൃതി കുട്ടന്മാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരിന്ന് പല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിനൊക്കെ അഡിക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഹറാമിലേക്ക് പോകുന്ന മക്കളാണ്, മുതിർന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളെ വഴക്ക് പറയുന്ന കുട്ടികൾ പോലുമുണ്ട്, മോശം വാക്കുകൾ പറയുന്ന മക്കൾ. അതുപോലെ തന്നെ ഉമ്മയെയും ഉപ്പയെയും ഒന്ന് അവരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന മക്കളും നമ്മുടെ ലോകത്ത് ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും, എപ്പോഴും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ അതിനെ അടിമപ്പെടുത്തുന്നതും മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അത് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇനി എന്താണ് ഏത് ഇസ്മാണ് ചൊല്ലേണ്ടത്? മക്കൾ നല്ലവരാകാനും അവരുടെ സ്വഭാവം നന്നാവാനും അനുസരണ ഉണ്ടാകാനും ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനും സന്മാർഗത്തിലാവാനും വേണ്ടിയിട്ട് പറയുന്നത് ഭക്ഷണത്തിൽ ഊതിക്കൊടുക്കുകയാണ്, മന്ത്രിച്ച് ഊതിക്കൊടുക്കുക. എത്ര പറഞ്ഞാലും കേൾക്കാത്ത മക്കളാണെങ്കിലും ഇത് ചെയ്തത് മൂലം ആ കാര്യം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് മന്ത്രിച്ചൂതി കൊടുക്കുക. അപ്പോൾ നാം നൽകുന്ന ഭക്ഷണം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്മതാണ് യാ മുഹ്സി യാ അല്ലാ, യാ മുഹ്സി യാ അല്ലാ എന്നാണ് ഇസ്മ. അത് 20 വട്ടമാണ് ചൊല്ലി ഭക്ഷണത്തിൽ മന്ത്രിച്ചൂതി അവർക്ക് ആ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക. മക്കൾ നല്ല കുട്ടികളാവാനും അതുപോലെ തന്നെ അവരുടെ സ്വഭാവം നന്നാവാനും വികൃതി മാറാനും അനുസരണ ഉണ്ടാവാനും ദുശീലങ്ങൾ മാറാനും ഹറാമിൽ നിന്ന് രക്ഷപ്പെടും, സന്മാർഗത്തിലെത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 20 തവണ യാ മുഹ്സി യാ അല്ലാ, അതിനർത്ഥം എല്ലാം കണക്ക് കൂട്ടുന്നവൻ, എല്ലാം എണ്ണ തിട്ടപ്പെടുത്തുന്നവൻ എന്നാണ്. അപ്പോൾ മക്കൾ നന്നാവാൻ ഒരുപാട് പേർക്ക് ഫലം ചെയ്ത ഒരു ദിക്റും കൂടിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ എന്തായാലും ഫലം കിട്ടും. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.